പാചകരസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് അയില കൊണ്ടൊരു കറിയാണ്. അയിലയാണ് കൂടുതലായിട്ട് ഞങ്ങൾ കറി വെക്കുന്നത്, അതുകൊണ്ടാണ് അയില എടുത്തിരിക്കുന്നത്. അയില കൊണ്ട് ഇന്ന് പുതിയ രീതിയിലൊരു കറിയാണ് വയ്ക്കുന്നത്. അതിന് കുറച്ച് പച്ചമുളക്, ഇഞ്ചി, 3-4 കഷ്ണം ഉള്ളി. ചീനച്ചട്ടി അടുപ്പേ വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. സ്വല്പം മഞ്ഞൾപ്പൊടി. ഇത്രയൊന്നും ചൂടായി വരട്ടെ. ചീനച്ചട്ടി ചൂടാകുന്നേ ഉള്ളൂ. മല്ലിപ്പൊടി മുളക് പൊടി ഒന്ന് ചൂടാക്കി. എരിവ് കൂടുതൽ വേണ്ടവർക്ക് എരിവ് വേണ്ട പോലെ ചേർക്കാം കുറച്ചുകൂടെ. ഇനി ഇതിലേക്ക് 2 പിടി തേങ്ങ ഇട്ട് കൊടുക്കുക. കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. അത് വറക്കണ്ട, ഒന്ന് ചൂടാക്കി എടുക്കുക തേങ്ങ. ഇച്ചിരി അടന്നൊക്കെ കിടന്നാലും കുഴപ്പമില്ല, ഒന്ന് ചൂടാക്കി എല്ലാം കൂടെ എടുക്കാം. ഇതിലേക്ക് സ്വല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതും കൂടെ ഒന്ന് ചൂടായിക്കോട്ടെ. പിന്നെ 1 കഷ്ണം ഇഞ്ചി. ഈ ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് അതും കൂടെ അതിലേക്ക് ഇട്ടേക്കാം. എല്ലാം കൂടെ ഒന്ന് ചൂടായി എടുത്ത് നമുക്ക് അരച്ച് ചേർക്കണം. ഇനി 3-4 കഷ്ണം ചെറിയ ഉള്ളി ഇതും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി സ്റ്റൗ ഓഫ് ചെയ്യുകയാണ്. ഒന്ന് ചെറുതായിട്ട് ചൂടായതേ ഉള്ളൂ, അല്ലാതെ മൂക്ക് ഒന്നുമില്ല. മല്ലിപ്പൊടിയും മുളക് പൊടിയും മാത്രം ഒന്ന് ചെറുതായിട്ട് ആ പച്ചമണം മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചു. എന്നിട്ട് തേങ്ങായും കൂടി ഇട്ട് ചൂടാക്കി എടുത്തു. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലേക്കിട്ട് അരച്ചെടുത്തോണ്ട് വരാം. ഇതിനി നമുക്കൊരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി 3 പച്ചമുളക് കീറിയിടാം. ഇനി 2 കഷ്ണം കുടംപുളിയുണ്ട്, ചെറുതായിട്ട് കീറി ഇതിലിട്ട് കൊടുക്കുക. ഇനി ഇത് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കും. തിളച്ച് കഴിഞ്ഞിട്ട് അയില ഇട്ടാൽ മതി. ഒരു തിള വരട്ടെ. ഉപ്പിട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ, എന്നിട്ട് അയില ഇട്ട് കൊടുത്താൽ മതി. അടച്ച് വെച്ച് തിളപ്പിക്കാം. അരപ്പ് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് മീനിട്ട് കൊടുക്കാം. അയില പെറുക്കി ഇട്ട് കൊടുക്കുക. ഏത് മീനായാലും ഇങ്ങനെ ചെയ്യാം. ഇനി ഒരുപാട് വലിയ മീനൊന്നും ഇങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അയില ചാളയൊക്കെ ഇങ്ങനെ ചെയ്യാം. ഒന്ന് ചുറ്റി ഇനി അടച്ച് വയ്ക്കാം. ഇനി പറ്റട്ടെ. പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കാം. പറ്റാറായിട്ടുണ്ട്. ഇച്ചിരി ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് താത്ത് വയ്ക്കാം. ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം.
കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കും. ഒരു ടേബിൾ സ്പൂൺ, 1-1.5 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് ഇരുന്ന് ഇച്ചിരി കൂടെ പറ്റും. സ്റ്റൗ ഓഫാക്കി ഇത് ഇരുന്ന് ഇനി ഇച്ചിരി കൂടെ പറ്റും. ചട്ടിയിലിരിക്കുന്നതുകൊണ്ട് ഇതൊന്നുകൂടെ പറ്റും. അപ്പം നമ്മുടെ പാകത്തിനുള്ള ഇത് കിട്ടും. പിന്നെ ഗ്രേവി കുറച്ച് കൂടുതൽ വേണ്ടവർ ഇച്ചിരി കൂടെ നേരത്തെ ഓഫ് ചെയ്യാം. ഇരുന്ന് എന്തായാലും ഒന്നുകൂടെ പറ്റും. അപ്പോൾ ആവി കുറച്ചൊന്ന് പോട്ടെ, ഇച്ചിരി തുറന്ന് വയ്ക്കാം. സ്റ്റൗ ഓഫാക്കി. നല്ലൊരു മീൻ കറിയാണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇങ്ങനെയൊന്ന് ചെയ്ത് കൂട്ടി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.